നമസ്കാരം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ബീഹാറിലെ പാട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഗുരുദ്വാര സന്ദർശനത്തിന്. ബീഹാറിലെ എൻഡിഎയുടെ പ്രചരണ പരിപാടികൾക്കിടയിൽ മുഴുകിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഗുരുദ്വാര സന്ദർശനം പാർട്ടി അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നതല്ല എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം നടത്തുന്ന എല്ലാ പ്രചരണ പരിപാടികളും ബി.ജെ.പി. കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്നെ പല സംസ്ഥാനങ്ങളിലും ചില വിഭാഗങ്ങളെ ഒപ്പം നിർത്തേണ്ടത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള അവസാന നിമിഷ പരിപാടികളെ പാർട്ടി കാണുന്നത്. നമുക്കറിയാം, സിഖ് സമുദായ അംഗങ്ങളുടെ വോട്ട് തന്നെയാണ് ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. മുൻപ് 80കളിലെ സിഖ് വിരുദ്ധ കലാപത്തെ പോലും രാഷ്ട്രീയപരമായി ഉപയോഗിച്ച ഒരു ചരിത്രം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പല ശക്തി കേന്ദ്രങ്ങളിലേക്കും കടന്നു കയറിയതും. ആം ആദ്മിക്ക് ലഭിക്കേണ്ട സിഖ് വോട്ടുകളിലേക്കുള്ള ബി.ജെ.പിയുടെ ഒരു കടന്നുകയറ്റമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഗുരുദ്വാര സന്ദർശനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസുമായുള്ള ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ഇതോടുകൂടി സിഖ് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. പഞ്ചാബിലും മറ്റും ഒരു സിഖ് അനുഭാവ തരംഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ബി.ജെ.പിക്ക് ഉണ്ട് താനും. ഇനി ബീഹാറിലാവട്ടെ എൻ.ഡി.എ സഖ്യത്തെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വഹിച്ച് മുന്നോട്ട് പോകുന്നത് ബി.ജെ.പി. ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുണ്ടായ ഗുരുദ്വാര സന്ദർശനത്തിൽ പോലും മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെ നമുക്ക് കാണാൻ സാധിക്കാതെ പോയത്. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ബി.ജെ.പി. ബീഹാറിൽ കൂടി മുന്നേറുന്ന ഒരു കാഴ്ച ഇതിലുണ്ട്. നിലവിലുള്ള സീറ്റ് നിലനിർത്താനുള്ള ശക്തമായ നീക്കം എന്നുകൂടി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഗുരുദ്വാര സന്ദർശിച്ച് വെറുതെ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. മറിച്ച് അദ്ദേഹം ലങ്കാറിൽ ചപ്പാത്തി പരത്തിയും ഭക്തർക്ക് ഭക്ഷണം വിളമ്പിയും ഒക്കെ ഏറെ നേരം അവിടെ ചിലവിട്ടിട്ടുമുണ്ട്. ഈ ഗുരുദ്വാരയിൽ മോദി നടത്തുന്ന സേവയുടെ ദൃശ്യങ്ങളും മറ്റും ഇപ്പോൾ വലിയ തോതിൽ തന്നെ വൈറലാണ്. ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഗുരുദ്വാര സന്ദർശനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ഇന്ത്യ മലയാളം.